ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തെരച്ചിലിന് ഗോവ തുറമുഖത്തു നിന്നുള്ള ട്രെഡ്ജർ ഇന്ന് കാർവാറിലെത്തും. കാർവാർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാർവാറിൽ ഇന്ന് അവലോകന യോഗം ചേരും. ട്രെഡ്ജിംഗ് കമ്പനി പ്രതിനിധിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാർവാറിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു. പറയൂ അരുൺ പൂപ്പറമ്പ്, ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 8 മണിയോടെ ഗോവയിൽ നിന്നുള്ള ഈ ഡ്രഡ്ജർ കാർവാർ തുറമുഖത്ത് എത്തിച്ചേരും എന്നതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ യാത്രാമധ്യേ കടലിലെ കാറ്റിൻ്റെ വേഗത കൂടിയതുകൊണ്ട് അത് ഇന്നലെ യാത്ര നിർത്തുകയും കരക്കടുപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ കാർവാർ തുറമുഖത്തേക്ക് ഇത് എത്തിക്കുന്നത് ഇപ്പോൾ വൈകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ കാർവാർ തുറമുഖത്തിൻ്റെ ഒരു വശത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, കടൽ കാണാം. എന്തായാലും ഇവിടെ കാണാം ഈ ഡ്രഡ്ജർ എത്തിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ രാവിലെ മാത്രമേ അതിൻ്റെ യാത്ര, ഇന്നലെ നിർത്തിവെച്ച യാത്ര ആരംഭിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഉച്ചയോടെ മാത്രമേ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിച്ചേരുകയുള്ളൂ. ഇവിടെ എത്തിച്ചേർന്നാൽ ഇവിടെ ഇന്ന് രാവിലെ 10 മണിയോടെ കാർവാർ കളക്ടറേറ്റിൽ ഇവിടെ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണ്. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ പ്രതിനിധിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇത് അപകടം മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ള ഷിരൂരിലേക്ക്, അതായത് കടലിൽ നിന്ന് പുഴയിലേക്ക് മാറ്റുകയാണ്. അതായത് അഴിമുഖം കടന്ന് പുഴയിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ചില പരിശോധനകൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും അതിൻ്റെ നടപടികൾ ആരംഭിക്കുക എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നേരത്തെ ക്രമീകരിച്ച സമയപ്രകാരമല്ല ഡ്രഡ്ജർ എത്തുന്നത്. ഇന്നലെ രാത്രി എത്തും എന്നറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടെ മാത്രമേ ഡ്രഡ്ജർ എത്തുകയുള്ളൂ. യാത്രാമധ്യേ കാറ്റിൻ്റെ വേഗത കൂടിയതാണ് അത്തരമൊരു തടസ്സത്തിന് കാരണം എന്നതാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. ഷിരൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കാനുള്ളത്. നേരത്തെ നാവികസേന ഉൾപ്പെടെ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ വലിയ മണ്ണ് കല്ലുകളുടെ സാന്നിധ്യമുണ്ട്. അത് നീക്കം ചെയ്ത് കൂടുതൽ പരിശോധന ആവശ്യമാണ്. നിലവിൽ മറ്റ് എല്ലാ സാഹചര്യവും അനുകൂലമാണ്. കാലാവസ്ഥ അനുകൂലമാണ്. മഴ മാറി നിൽക്കുന്നുണ്ട്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 3 നോട്ട്സിൽ താഴെയാണ് കഴിഞ്ഞ ദിവസം നാവികസേന പരിശോധിച്ചപ്പോൾ അടിയൊഴുക്കുള്ളത്. ഇന്ന് വീണ്ടും നാവികസേന അടിയൊഴുക്ക് പരിശോധിക്കും. പക്ഷേ നമ്മൾ രാവിലെ ഇവിടെ ഗംഗാവലി പുഴ കണ്ടതാണ്. അത്തരത്തിൽ വലിയ അടിയൊഴുക്ക് ഗംഗാവലി പുഴയിൽ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാഹചര്യം അനുകൂലമാണ്. ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കും. ഒരുപക്ഷെ നാളെ ആയിരിക്കും അത്തരം തെരച്ചിൽ നടപടികളിലേക്ക് പോവുക എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ടഗ് ബോട്ടിൽ, അതായത് ഗോവ പോർട്ടിൽ നിന്ന് ടഗ് ബോട്ടിൽ ഘടിപ്പിച്ചാണ് ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കുന്നത്. കാലാവസ്ഥ, അതായത് ഓരോ നിമിഷവും കടലിൽ കാറ്റിൻ്റെ വേഗതയൊക്കെ കൂടുമ്പോൾ അതിൻ്റെ സഞ്ചാര പാതയിൽ അത് പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നതാണ് നമുക്ക് ഡ്രഡ്ജിംഗ് കമ്പനിയിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 10 മണിയോടെ അവലോകന യോഗമുണ്ട്. ഡ്രഡ്ജർ ഇന്ന് ഉച്ചയോടെ എത്തിച്ചേരും. നാളെ ഷിരൂരിലെത്തി തെരച്ചിൽ പുനരാരംഭിക്കും എന്ന പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പാണ് കർണാടകത്തിലെ ഷിരൂരിൽ നമുക്കൊപ്പം ചേർന്നത്. റഫീഖ് മുത്തൂസ് പറഞ്ഞു പുലിക്കളി SKN ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. എനിക്കും ഇങ്ങനെ ഒരു ആവേശമൊക്കെ വന്നതാണ്. പക്ഷേ തൃശ്ശൂരിൽ ഇറങ്ങി നമ്മൾ തുള്ളിപ്പോകും കേട്ടോ. ഇന്ന് വൈകുന്നേരം 5 മണിക്കൊക്കെ പുലികൾ തൃശ്ശൂർ നാട് കീഴടക്കുന്ന സമയത്ത് അതിനിടയിൽ പെട്ടുപോയാൽ നിങ്ങളും അറിയാതെ തുള്ളിപ്പോകും. പുലിക്കളി എന്ന് പറഞ്ഞാൽ അത്ര ആവേശം തൃശ്ശൂർക്കാർക്ക് പകരുന്ന സംഭവമാണ്. പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൃശ്ശൂർക്കാർ എന്തുട്ര എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന എന്തൊരു തേങ്ങയാണോ ഈ പുലിക്കളി എന്ന് ചോദിച്ചു കളയരുത്. അപ്പോൾ ഈ പുലിക്കളി കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ദിവസമാണ് ഇന്ന് വൈകുന്നേരം. ഈ പുലിക്കളിയുടെ എല്ലാ ദൃശ്യങ്ങളും അതിൻ്റെ പൊലിമയും പെരുമയും പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മുടെ 4 വാർത്താ സംഘങ്ങൾ തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യണം. അതിരാവിലെ ഒരു പണി തുടങ്ങി. പുലികൾക്കിടയിലൂടെ ഈ കൊച്ചുപുലികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു.